സഭയ്ക്ക് പുറത്ത് കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്ന സംസ്ഥാന സർക്കാർ പക്ഷേ നയപ്രഖ്യാപനത്തിലെ കേന്ദ്ര വിമർശനം സാമ്പത്തിക വിഷയങ്ങളിൽ മാത്രം ഒതുക്കി. ഗവർണർ വായിക്കാത്ത നയപ്രഖ്യാപനത്തിലെ കേന്ദ്ര വിമർശനങ്ങൾ ഇങ്ങനെ: സർക്കാരിന്റെ അതിശയകരമായ നേട്ടങ്ങൾക്ക് വെല്ലുവിളിയായത് കേന്ദ്ര നയങ്ങളാണ്. കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ വലിയ അസമത്വം നിലനിൽക്കുന്നുണ്ട്. സംസ്ഥാനത്ത് സാമ്പത്തിക ഞെരുക്കമുണ്ടാക്കിയതിന് പിന്നിൽ കേന്ദ്ര സർക്കാരാണെന്നും നയപ്രഖ്യാപനത്തിൽ വിശദീകരിക്കുന്നു. ഫെഡറൽ സംവിധാനത്തിന് കേന്ദ്ര നയം വെല്ലുവിളിയാണ്. കടമെടുപ്പ് നിയന്ത്രണം സംസ്ഥാനത്ത് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കി. സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നിലയിലേക്ക് സംസ്ഥാന സർക്കാർ പോയതിനു പിന്നിലുള്ള കാര്യങ്ങളും നയപ്രഖ്യാപനത്തിലുണ്ട്. സംസ്ഥാന സർക്കാർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നു എന്ന നയപ്രഖ്യാപനത്തിൽ പലയിടത്തായി പറഞ്ഞു പോകുന്നു. അതായത് വരാനിരിക്കുന്ന ബജറ്റിൽ വൻ പദ്ധതികളുടെ പ്രഖ്യാപനമോ കൂടുതൽ ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനമോ ഉണ്ടാകാനിടയില്ല എന്ന് സാരം. സാമ്പത്തിക പ്രതിസന്ധിയുടെ ഉത്തരവാദിത്വം കേന്ദ്രത്തിനാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ തൊട്ടാൽ കൈപൊള്ളുന്ന വിഷയങ്ങളൊന്നും സ്പർശിക്കാതെയാണ് നയപ്രഖ്യാപനം. അയോധ്യ, കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഇടപെടൽ ഉൾപ്പെടെയുള്ള വിവാദ വിഷയങ്ങളൊന്നും നയപ്രഖ്യാപനത്തിന്റെ ഭാഗമായില്ല. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ സഭയിലടക്കം സർക്കാരിന് ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടി വരും. അമൽ തേനപ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.